സബ്സ്ക്രൈബർ ഇതുവരെ ആവാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ഈ മണ്ടത്തരം ചെയ്യരുത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലേ ഏകദേശം 2 കൊല്ലമായി കേട്ടോ. അപ്പോൾ ഈ 2 കൊല്ലത്തിൻ്റെ ഇടയിൽ ഇപ്പം എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി, എനിക്ക് പേയ്മെൻറ്റ് വരാനായി. അതിപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെയാണെങ്കിൽ ഇഷ്ടം പോലെ കമൻറ്റ്, അതായത് നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഇങ്ങോട്ടേക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ അങ്ങോട്ടേക്കും ചെയ്യാം, നമുക്ക് ഫ്രണ്ട് ആവാം എന്നുള്ള മറ്റുള്ള കുറേ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന്. കാരണം ഞാനും തുടക്കത്തിൽ ഇതുപോലത്തെ കുറേ മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റത്തെ ഒരു എയിം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്തെല്ലോ ചെയ്യും. ഞാനാണെങ്കിൽ എന്താ ചെയ്യാന്നറിയോ, ഫാമിലിയിലുള്ള എല്ലാവരും ഫോണും വാങ്ങിയിട്ട് ഞാൻ തന്നെ എൻ്റെ ചാനൽ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ തന്നെ സബ്സ്ക്രൈബ് ആക്കിപ്പിക്കും. അങ്ങനെയെല്ലാം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 1000 ആവുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെയെല്ലാം ചെയ്യലുണ്ടായിന്. പക്ഷെ അത് എത്രമാത്രം മണ്ടത്തരാന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. നമ്മളങ്ങനെ ചെയ്യുന്നത് നമ്മളെ ചാനലിന് ഭയങ്കര മോശമാണെന്ന് അറിയാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞുതരാം. കാരണം ഭയങ്കര ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ എനിക്കറിയില്ല. ഞാൻ എൻ്റെതായ ഭാഷയിൽ എനിക്കറിയുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് നമ്മളെ ചാനലിന് വേണ്ടത് ജെന്യൂൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെയാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള, അതായത് നമ്മളോട് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മളെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുമോ, നമുക്ക് ഫ്രണ്ട്സ് ആവാം, ഒരുമിച്ച് മുന്നേറാമെന്നുള്ള പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിലൊരു 90% ആൾക്കാരും നമ്മളെ വീഡിയോ ഒരിക്കലും കാണാൻ പോകുന്നില്ല. അവർ നമുക്ക് ജസ്റ്റ് ഒരു സബ്സ്ക്രൈബർ, നമ്മളെ സബ്സ്ക്രൈബർ കൗണ്ട് കൂട്ടാനുള്ള ഒരാൾ മാത്രമായിരിക്കും. അല്ലാണ്ട് അവർ നമ്മളെ വീഡിയോ കാണുന്ന ഒരു ജെന്യൂൻ സബ്സ്ക്രൈബർ ആയിരിക്കും. അത് നമ്മളെ ചാനലിന്റെ ഗ്രോത്തിനെ നെഗറ്റീവ് അല്ലാണ്ട് ഒരിക്കലും പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യൂല. അപ്പൊ നമുക്ക് വേണ്ടത് ജെന്യൂൻ ആയിട്ടുള്ള, ലോയൽ ആയിട്ടുള്ള, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള സബ്സ്ക്രൈബേഴ്സിനാണ് നമുക്ക് നമ്മളെ ചാനലിന് ആവശ്യം. അല്ലാണ്ട് 500 സബ്സ്ക്രൈബേഴ്സ് ആവാനും 1000 സബ്സ്ക്രൈബേഴ്സ് ആവാനും നമ്മളിങ്ങനെ ആരെയും ഫോഴ്സ്ഫുള്ളി നമ്മളെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണ്ട. നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനെ മാത്രം മതി. ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ ഈ മണ്ടത്തരെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആ ചെയ്തുകൊണ്ടിരുന്നത് വലിയൊരു മണ്ടത്തരായിരുന്നു. അപ്പൊ ഇനി ആരും ആ ഒരു കാര്യം ചെയ്യാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും. അത് അപ്ലോഡ് ചെയ്ത് അപ്പോൾ തന്നെ ഞാൻ അതെടുത്തിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് വിടും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്തെന്നറിയാം, സ്റ്റാറ്റസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി എൻ്റെ വീഡിയോന് വ്യൂസ് കിട്ടും. ഞാൻ എൻ്റെ ചേച്ചിമാർക്ക് അയച്ചു കൊടുത്തിട്ട് അവരോടും ഞാൻ പറയും സ്റ്റാറ്റസ് ഇടുന്നു. അതായത് വീഡിയോ ഇട്ടപ്പാട് ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന് പറയും. അങ്ങനെ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്ന സമയത്തില്ല, ചില ആൾക്കാർ നമ്മളെ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് കയറിയിട്ട് ചിലപ്പോൾ ഒരു 2 സെക്കൻഡോ 3 സെക്കൻഡോ കണ്ടിട്ട് അപ്പാണ് അവരത് ബാക്ക് അടിക്കും. അങ്ങനെ 2-3 ആൾക്കാർ നമ്മളെ വീഡിയോ പകുതി കണ്ടിട്ട് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് നമ്മളെ വീഡിയോനെ റെക്കമെൻഡ് ചെയ്യില്ല. ഈ ഒരു അനുഭവം എനിക്ക് കുറേ പ്രാവശ്യം ഉണ്ടായി കേട്ടോ. ഞാനിങ്ങനെ പെട്ടെന്ന് സ്റ്റാറ്റസ് ഇടും, പിന്നെ ഉണ്ടാവും പെട്ടെന്ന് 200-300 വ്യൂസ് നിൽക്കും. പിന്നെ വ്യൂസ് വരുവേയില്ല, എത്രയായാലും വ്യൂസ് വരൂല. അപ്പൊ ഞാനിങ്ങനെ ഒരു കാന്തടാ, ഇന്നലെ ഇട്ട വീഡിയോന് നല്ല വ്യൂസ് ഉണ്ടായിരുന്നല്ലോ, ഇതിനെന്താ വ്യൂസ് ഇല്ലാത്തെന്നെല്ലാം വെച്ചിട്ട് ഞാൻ ടെൻഷൻ അടിക്കലുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു മണ്ടത്തരം ചെയ്യുന്നതുകൊണ്ടാണ് എന്റെ വ്യൂസ് കുറയുന്നത് എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. പിന്നെ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ യൂട്യൂബിന്റെ കുറെ ടിപ്സിന്റെ വീഡിയോസ് നോക്കും. യൂട്യൂബിൽ നമ്മൾ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യണം, നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇഷ്ടംപോലെ ഞാൻ നോക്കലുണ്ട് സെർച്ച് ചെയ്തിട്ട്. അങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായത്. അത് പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഈ വീഡിയോ ഇട്ടപ്പാട് സ്റ്റാറ്റസ് ഇടുന്ന പരിപാടി അങ്ങോട്ടേക്ക് നിർത്തി. ഇതിനെല്ലാത്തിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം നമ്മൾ ഡെയിലി കണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 കൊല്ലമായി. ഈ 2 കൊല്ലത്തിനിടയിൽ ഇപ്പോഴാണ് എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസേഷൻ ആയി എനിക്ക് പേയ്മെന്റ് എല്ലാം വരാനായത്. കാരണം ഞാൻ ഭയങ്കര മടിച്ചായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കൂടണം, വ്യൂസ് കൂടണം, പക്ഷെ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യലില്ല. എനിക്ക് തോന്നുമ്പോൾ 2 ദിവസം കൂടുമ്പോൾ, 3 ദിവസം കൂടുമ്പോൾ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം, അങ്ങനെയല്ലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടുണ്ടായത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ടൈം എടുത്തതും. അപ്പൊ നമ്മുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. ഡെയിലി അല്ലെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അപ്പൊ യൂട്യൂബിന് തോന്നും നമ്മളൊരു ജെന്യൂൻ ആയിട്ട് ചെയ്യുന്ന യൂട്യൂബർ ആണെന്ന് യൂട്യൂബിന് തോന്നിക്കഴിയുമ്പോൾ നമ്മളെ വീഡിയോസ് കുറച്ചും കൂടി റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങും. അത് എനിക്ക് തന്നെ അനുഭവം ഉണ്ടായ ഒരു കാര്യമാണ്. കാരണം ഞാൻ ആദ്യം സ്റ്റാർട്ടിങ്ങിലെല്ലാം 3 ദിവസം കൂടുമ്പോൾ 4 ദിവസം കൂടുമ്പോൾ എല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്യില്ല. ഭയങ്കര മടിയായിരുന്നു എനിക്ക്. പിന്നെ എൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടും, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളൊരു ഇതേനും എനിക്ക്. പക്ഷെ ഞാൻ ഒരു 10 ദിവസം 5 ദിവസം വീഡിയോ ഇടാണ്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ മുതൽ വീഡിയോ കയറുകയില്ല കുറേ ദിവസത്തേക്ക്. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ നല്ലോണം ഒന്ന് ആക്റ്റീവായി. ഒരു 3 മാസത്തോളം ഞാൻ നല്ലോണം ആക്റ്റീവ് ആയിട്ടുണ്ടായി. അപ്പം എൻ്റെ ചാനൽ നല്ലോണം കയറാൻ തുടങ്ങി. എനിക്ക് 5000-6000 സബ്സ്ക്രൈബേഴ്സ് എത്തി, നല്ലോണം വ്യൂസ് കയറാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ഒന്നും കൂടി ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം വ്യൂസ് നിന്ന് അങ്ങനെ ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ ഞാൻ വീഡിയോ ഇടും. അപ്പം അത് കയറാണ്ടായി. പിന്നെ വീണ്ടും ഞാനൊന്ന് ആക്റ്റീവായി ഡെയിലി വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ ചാനൽ പിന്നെയും കയറാൻ തുടങ്ങിയത്. ഇപ്പം പിന്നെ ഞാൻ കുറച്ച് ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യലുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും മടിച്ചു നിന്നിട്ടോ അല്ലാണ്ട് വീഡിയോ ഇടാണ്ടോ ഇതൊരു സിമ്പിൾ പരിപാടി എന്തായാലും അല്ല. പുറമേന്ന് കാണുന്നവർക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ട് നോക്കണ്ട, ഇങ്ങനെ വെറുതെ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്താൽ പോയ സുഖമല്ലേ എന്നെല്ലാം തോന്നും. പക്ഷെ ഇത് അത്ര സുഖമുള്ളൊരു പരിപാടിയൊന്നും അല്ല കേട്ടോ. കുറച്ച് മെനക്കെടണം. പക്ഷെ ആ കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂസും കാര്യങ്ങളും എല്ലാം കിട്ടും.
ഇപ്പൊ എനിക്ക് നല്ല വ്യൂസും കാര്യങ്ങളെല്ലാം വരലുണ്ട്, കുഴപ്പമില്ലാത്ത വ്യൂസും കാര്യങ്ങളെല്ലാം എനിക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക, ഡെയിലി കണ്ടന്റ് കൊടുക്കാൻ നോക്കണം. അപ്പൊ നിങ്ങളെ ചാനൽ എന്തായാലും സെറ്റ് ആവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ കുറച്ച് മെനക്കെടണം, എന്നാലേ യൂട്യൂബ് നമ്മളെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുള്ളൂ, എന്നാലേ യൂട്യൂബ് നമ്മളെ വീഡിയോസ് കുറെ ആൾക്കാരിലേക്ക് എത്തിക്കുള്ളൂ. അതാണല്ലോ നമുക്ക് വേണ്ടതും, നമ്മളെ വീഡിയോ കുറെ ആൾക്കാർ കാണണം എന്നുള്ളതാണല്ലോ നമ്മളെ ആഗ്രഹവും. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ടും ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിരിക്കണം. അതുപോലെ നമ്മളെ വോയിസും നല്ല കറക്റ്റ് ആയിട്ട് കേൾക്കുന്ന രീതിയിലായിരിക്കണം. എനിക്കറിയാം ഈ വീഡിയോയിൽ വോയിസ് ക്ലാരിറ്റി അത്ര വലിയ നല്ലതായിരിക്കില്ലെന്ന്, കാരണം ആദ്യം ഞാൻ ഫാൻ ഇട്ടിട്ട് വീഡിയോ എടുത്തു, അപ്പം ഭയങ്കര സൗണ്ട്. പിന്നെ ഞാൻ ഫാൻ ഓഫ് ആക്കിയിട്ട് വീഡിയോ എടുത്തു, അപ്പോൾ എക്കോ അടിക്കുന്നത്. അപ്പൊ ഇതിലെ വോയിസ് നല്ലതല്ല എനിക്കറിയാം. അപ്പൊ അത് കുറച്ചും കൂടി ബെറ്റർ ആണെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഈ ഒരു പ്രശ്നമില്ല, പക്ഷെ ഇങ്ങനെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഒരു വോയിസിൽ പ്രശ്നം വരുന്നുണ്ട്. ഒരു മൈക്ക് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. ഞാൻ ഇതാ മൈക്ക് വാങ്ങാൻ പോകുന്നതാണ് കേട്ടോ, കാരണം ഈ ഒരു പ്രശ്നം എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് തോന്നി തുടങ്ങി. എൻ്റെ വോയിസ് തീരെ ശരിയല്ല. ഞാനിങ്ങനെ അടച്ചിട്ട റൂമിൽ നിന്ന് എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് എക്കോ അടിക്കുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നല്ലൊരു ലൈറ്റിംഗ് വേണം, നല്ലൊരു ലൈറ്റുള്ള സ്ഥലത്ത് നമ്മൾ വീഡിയോ എടുക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ ഡെയിലി വീഡിയോ ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ചാനൽ സെറ്റ് ആവും. ഞാനും യൂട്യൂബിന്റെ തുടക്കത്തിലില്ലേ ഇതുപോലെ യൂട്യൂബിൽ ടിപ്സ് പറഞ്ഞിരുന്ന കുറേ ചാനൽ കണ്ടിട്ടാണ് എല്ലാം മനസ്സിലാക്കിയത്. അല്ലാണ്ട് തുടക്കത്തിൽ എല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ല ഞാൻ വന്നത്. ഇതുപോലെ എല്ലാ ടിപ്സും, എന്തെല്ലാം ടിപ്സും കാര്യങ്ങളുണ്ട് എന്നെല്ലാം ഞാൻ നോക്കലുണ്ട്. ഇപ്പോഴും എനിക്ക് യൂട്യൂബിന്റെ മൊത്തം കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ അറിയൂല. ഇപ്പോഴും ഞാൻ ഓരോ ടിപ്സ് എല്ലാം നോക്കി പഠിച്ച് തന്നെയാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെ മൈക്ക് ഉള്ളത് കുറച്ച് നല്ലതായിരിക്കും. മൈക്ക് എനിക്കില്ല, ആ ഒരു പ്രശ്നം ഞാനും ഫേസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇടുന്ന അലറിക്കൊണ്ടാന്ന് വർത്താനം പറയുന്നത്, ഇതിനകത്ത് കേൾക്കുമോ കിട്ടുമോ എന്നെല്ലാം വിചാരിച്ചിട്ട്. പിന്നെ ക്യാമറയിൽ ഞാൻ പറഞ്ഞുതരാം, എനിക്ക് ഇങ്ങനെ നോക്കിയിട്ട് സംസാരിക്കണമെന്നും തിരിയൂല, ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കണമെന്നും തിരിയൂല. എനിക്ക് എങ്ങനെയാണെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. എനിക്ക് തോന്നുന്ന പോലെ ചില സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കിയിട്ടാണ് സംസാരിക്കില്ല, ചില സമയത്ത് ഇങ്ങനെ നോക്കി സംസാരിക്കല്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊന്നും അറിയില്ല. ഇന്നൊരു യൂട്യൂബ് ടിപ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, ക്യാമറ നോക്കി സംസാരിക്കണം. അപ്പൊ നമുക്ക് നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീല് വരും എന്നെല്ലാം. അപ്പൊ അത് ഞാൻ ഇന്ന് പഠിച്ചതാണ് കേട്ടോ, ഇന്നൊരു യൂട്യൂബ് ടിപ്പില് കണ്ടതാണ് ഞാനത്. നമ്മൾ ക്യാമറ നോക്കി സംസാരിക്കണം എന്നുള്ള കാര്യം ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടേ നിൽക്കുന്നതാണ് ഇങ്ങനെ യൂട്യൂബിന്റെ കാര്യങ്ങൾ. അതുപോലെ നിങ്ങളും കുറെ ടിപ്സും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നിങ്ങളെ ചാനലിലെല്ലാം അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തോ. നല്ല നല്ല കണ്ടന്റും അതായത് നല്ല ജെന്യൂൻ ആയിട്ടുള്ള കുറെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം നിങ്ങൾക്കും കിട്ടട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ശരി ഗൈസ്, ബൈ. ഇവിടെ നോക്കി പറയണോ, ഇവിടെ നോക്കി പറയണോ, എവിടെയെങ്കിലും നോക്കി പറയാല്ലേ. ഓക്കെ, ബൈ.